ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഥയും കാര്യവും എന്ന നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ എലിസബത്ത് രാജ്ഞി ഒരു ചെറിയ പൈതലായിരിക്കുന്ന സമയത്ത് അവരുടെ പിതാവ് അവിടുത്തെ ഗാർഡനിൽ ഒരു വലിയ ഗാർഡൻ പാർട്ടി നടത്തി. ആ ഗാർഡൻ പാർട്ടി നടക്കുവാൻ പോകുന്നതിന് തൊട്ടു മുൻപേ ഒരു വലിയ ശക്തമായ കാറ്റും മഴയും വന്നപ്പോൾ ആ ഗാർഡൻ പാർട്ടി പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കാക്കി. ആ കൊട്ടാരത്തിന്റെ ഉള്ളില് ഈ എലിസബത്ത് രാജ്ഞിയും, അതായത് പിഞ്ചു പൈതലായ രാജ്ഞിയും അവളുടെ സഹോദരിയും കൂടെ, മാർഗരറ്റും കൂടെ ആ മുറിക്കകത്തൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. ധാരാളം ഗസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ആ ഗസ്റ്റൊക്കെ വന്നതില് ഒരാള് ആ പൈതലിനോട് ചോദിച്ചു, എലിസബത്തിനോട് ചോദിച്ചു, ഈസ് യുവർ പപ്പ ദി കിങ്? നിങ്ങളുടെ മോടെ പപ്പായാണോ ഇവിടുത്തെ രാജാവ് എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ പിഞ്ചു പൈതല് ആ മുറിയുടെ ഭിത്തിയില് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയിലേക്ക്, ഒരു ചിത്രത്തിലേക്ക് കൈ ചൂണ്ടിക്കാട്ടിയിട്ട് അവരോട് പറഞ്ഞു, എന്റെ പപ്പ പറഞ്ഞിട്ടുണ്ട് ആ ഭിത്തിയില് തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിലെ ആളാണ് യഥാർത്ഥത്തിലുള്ള രാജാവ് എന്ന്. ആ ചിത്രം എന്ന് പറയുന്നത് കുരിശില് തൂങ്ങിക്കിടക്കുന്ന യേശു കർത്താവായിരുന്നു. വാസ്തവത്തില് എലിസബത്ത് രാജ്ഞി പിഞ്ചു പൈതൽ പറഞ്ഞത് എത്ര ശരിയാണ് എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. നിന്റെ പപ്പ രാജാവല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്റെ പപ്പയല്ല യഥാർത്ഥ രാജാവ്. യഥാർത്ഥ രാജാവ് ക്രൂശിക്കപ്പെട്ട മശിഹായാണെന്ന് സാക്ഷിക്കുമായിരുന്നു പിഞ്ചു പൈതൽ ചെയ്തത്. വാസ്തവത്തില് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കണ്ടിട്ട് വഴിനീളെ പോകുന്ന ആളുകള് അവനെ പരിഹസിച്ചു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തന്നോടൊപ്പം ക്രൂശിതനായിരുന്ന ഒരു കള്ളൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണെങ്കിൽ ഞങ്ങളെയും കൂടെ ക്രൂശിൽ നിന്ന് വിടുവിക്കുക, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വഴിയെ പോയവർക്കെല്ലാം, ഒരു പക്ഷെങ്കില് അവനെ ക്രൂശിൽ തറച്ചവർക്കെല്ലാം അവൻ ആരുമല്ലാതിരിക്കെ, അവൻ നിസ്സഹായനായിരിക്കെ യഥാർത്ഥത്തിൽ അവൻ രാജാവാണ് എന്ന് അംഗീകരിക്കുവാൻ ആർക്ക് കഴിയും? എന്നാൽ ക്രൂശിതനായ കർത്താവ് ഉത്ഥിതനായി തീരുന്ന കാഴ്ചയാണ് മൂന്നാം ദിവസം നാം കാണുന്നത്. യഥാർത്ഥത്തില് രാജാധിരാജാവായി, കർത്താധി കർത്താവായി അവനെ അംഗീകരിപ്പാൻ നമുക്ക് കഴിയുമോ? പലപ്പോഴും ലോകം ചിന്തിക്കുന്നത് ദൈവം ഇതൊന്നും അറിയുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ്. എന്നാൽ ക്രൂശിൽ കിടന്ന മറ്റേ കള്ളൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് പറയുന്നതായിട്ട് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒരാള് ക്രൂശിതനായ യേശുവിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരാള് അവനെ രാജാധിരാജാവായി, കർത്താധി കർത്താവായി അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തില് അവൻ നമുക്ക് ആരാണ്? അവൻ രാജാധിരാജാവും കർത്താധി കർത്താവുമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എല്ലാ മുഴങ്കാലും അവന്റെ മുൻപിൽ മടങ്ങും, സകല ജാതിയും അവൻ ദൈവമെന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസം വരും എന്ന്. അതുകൊണ്ട് യേശു കർത്താവ് രാജാധിരാജാവാണ്, കർത്താധി കർത്താവാണ് എന്ന് മനസ്സിലാക്കുവാനും അവൻ വേഗം വരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.